ഹലോ, ഇന്ന് ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഉള്ളിലുള്ള അടിച്ചുവാരി തുടക്കലും ഇതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ് മുറ്റത്തേക്ക്. മുറ്റത്തൊക്കെ നിറയെ പുല്ലൊക്കെ നിറഞ്ഞിട്ടുണ്ട് ചെടികളുടെ ഇടയിലൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതായിരുന്നു. ബാബുവേട്ടനെയൊക്കെ ഇന്ന് ഒഴിവായതുകൊണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും ഉണ്ട്. അപ്പോൾ നോക്കുമ്പോഴാണ് വാഴപ്പഴം പഴുത്തിട്ട് കിളികൾ തിന്നാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ബാബുവേട്ടനും മനുവും കൂടി അതൊക്കെ ഒന്ന് വെട്ടി. ഇവിടെ ആരും കഴിക്കില്ല പഴുത്ത ഇങ്ങനെ ഈ പഴം അങ്ങനെ. അപ്പോൾ പിന്നെ ഞങ്ങൾ കടയിൽ കൊടുക്കാറാണ് പതിവ്. അങ്ങനെ കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ അവിടെയൊക്കെ ആകെ വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ നിന്ന് അടിച്ചു വാരിയിട്ടൊക്കെ വൃത്തിയാക്കി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതാ ചെടീൻ്റെ ഇടയിലൊക്കെ ഉള്ള പുല്ലുകളും ഒക്കെ പറിച്ച് ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് കഴിയില്ല. അപ്പോൾ പിന്നെ ഒഴിവുള്ള ദിവസമായതുകൊണ്ട് ബാബുവേട്ടനും കൂട്ടി ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങനെ അതൊക്കെ വൃത്തിയാക്കലും ഒക്കെ കഴിഞ്ഞ് പിന്നെ നിന്നപ്പോഴേക്ക് തന്നെ സമയം ഉച്ചയായിരുന്നു. പിന്നെ കുളിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് കുളിയൊന്നും കഴിഞ്ഞില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് സാവധാനം കുളിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ നിന്നു. കൗശിയാണെങ്കിൽ ഇവിടെ ഇല്ലായിരുന്നു. അവന് 2-3 ദിവസമായിട്ട് ക്യാമ്പായിട്ട് അവൻ പോയതാണ്. അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഉച്ചയായപ്പോൾ പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് ബിരിയാണി വാങ്ങി. അപ്പോഴേക്ക് പിന്നെ കൗശി വന്നു കേട്ടോ. അവന് 2 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിരുന്നു. അപ്പോൾ പോയി ബാബുവേട്ടൻ പോയി കൂട്ടിക്കൊണ്ടുവന്നു. ബിരിയാണി കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും മധുരം കഴിക്കണം എന്ന് തോന്നി. അപ്പം മനുവിനോട് പറഞ്ഞപ്പോൾ മനു പോയി ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് പിന്നെ ഞങ്ങളതൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അപ്പോഴേക്ക് പിന്നെ വൈകുന്നേരം ആയിരുന്നു. അപ്പം നമുക്ക് കടലുണ്ടി പോവുക പറഞ്ഞപ്പോൾ കൗശിയൊന്നും വന്നില്ല. അവന് പിന്നെ പോയി 3 ദിവസത്തെ ഇതൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ. അപ്പോൾ അവന് വയ്യ പറഞ്ഞു. ഞാനും ബാബുവേട്ടനും കൂടി ഇങ്ങനെ ഇറങ്ങി. നോക്കിയപ്പോൾ നല്ല തിരക്ക്. അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നിറയെ ആൾക്കാരായിരുന്നു അവിടെ ഫുള്ള്. നമുക്ക് ഇരിക്കാനോ ഒന്നും ഇതില്ലാതെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു ഒരുപാട്. ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ കുറച്ച് സമയം ഞങ്ങൾ അവിടെയൊക്കെ അങ്ങനെ നിന്ന് അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് അങ്ങനെ കഴിഞ്ഞപ്പോൾ പിന്നെ സന്ധ്യ ആയപ്പോൾ പോന്നു വീട്ടിലേക്ക്. മക്കൾ എല്ലാവരും വീട്ടിലാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് സമയമൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്നു. ഇപ്പം അവിടെ നിറയെ കടകളും ഇതൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ കുറേ ആയി ഞങ്ങൾ പോയിട്ട്. അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ പോവാറുണ്ട്. ഇപ്പോൾ കുറേ ആയി പോയിട്ട്. നിറയെ കടകൾ, ഉപ്പിലിട്ടത്, നെല്ലിക്ക, മാങ്ങ, ക്യാരറ്റ് അങ്ങനത്തെയൊക്കെ കടകളും ഐസ്ക്രീമിൻ്റെ കടകൾ ഒക്കെ ഉണ്ട് അവിടെ. പിന്നെ ഞങ്ങൾ പോന്നു വീട്ടിലേക്ക്. മക്കൾക്ക് ചായ കുടിക്കാനൊക്കെ നേരമായിനല്ലോ വിചാരിച്ചിട്ട് അവർക്ക് ചായയൊക്കെ കൊടുത്തു വന്നിട്ട്. അപ്പം ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.